പ്രിയമുള്ളവരെ സ്വാഗതം. പല കാരണങ്ങൾ കൊണ്ടും ചിലർക്കെങ്കിലും 2 വാട്സപ്പുകൾ ആവശ്യമായി വന്നേക്കാം. ഒരു മൊബൈലിൽ തന്നെ 2 വാട്സപ്പുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ലളിതമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ മൊബൈലിൽ 2 വാട്സപ്പുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 2 എണ്ണം ഉപയോഗിക്കാൻ നിങ്ങളുടെ കൈവശം 2 മൊബൈൽ നമ്പറുകൾ ഉണ്ടായാൽ മാത്രം മതി. ആ നമ്പറുകൾ നിങ്ങളുടെ മറ്റേതെങ്കിലും മൊബൈലിൽ ഉപയോഗിക്കുന്നതായാലും പ്രശ്നമില്ല. വാട്സപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ നമ്പറുകൾ നൽകണമെന്ന് മാത്രം. ഇങ്ങനെ 2 വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്നത് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന വാട്സപ്പ് ആയിരിക്കും. അതായത് വാട്സപ്പ് മെസ്സഞ്ചർ എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. അതിൻ്റെ താഴെയായി മറ്റൊരു വാട്സപ്പും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ പേര് വാട്സപ്പ് ബിസിനസ് എന്നാണ്. വാട്സപ്പ് ബിസിനസ്സും വർഷങ്ങളായി ഫ്രീ ആയിട്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും മൊബൈലിൽ ഒരു വാട്സപ്പ് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഏത് വാട്സപ്പ് വെർഷനാണ് നിങ്ങളുടെ മൊബൈലിൽ ഇല്ലാത്തത്, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ കൈവശമുള്ള 2ാമത്തെ മൊബൈൽ നമ്പർ വെച്ച് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മൊബൈലിൽ തന്നെ 2 വാട്സപ്പുകൾ റെഡിയായി. 2 വാട്സപ്പുകളും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ അതിൻ്റെ 2ൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ 2 വാട്സപ്പുകളും ഒരേ സമയം എല്ലാവർക്കും ഉപയോഗിക്കാം. ഇതിൽ നിയമവിരുദ്ധമായി ഒരു കാര്യവുമില്ല. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം 2 വാട്സപ്പുകളും തമ്മിൽ തിരിച്ചറിയാൻ അതിൻ്റെ ഐക്കണിൻ്റെ മുകളിലുള്ള പ്രത്യേകത മനസ്സിലാക്കിയാൽ മതി. വാട്സപ്പ് ബിസിനസ്സിൻ്റെ മുകളിൽ B എന്ന ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ടാകും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് മെസ്സഞ്ചറിൻ്റെ മുകളിൽ ഒരു കാളിങ്ങിൻ്റെ ഐക്കണാണ് കാണുക. വാട്സപ്പ് ബിസിനസ്സിന് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറയാം. ഒരാൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ അയാൾക്ക് തിരിച്ച് ഒരു റിപ്ലൈ മെസ്സേജ് ഓട്ടോമാറ്റിക്കായി സെൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇതിലുണ്ട്. ഈ ഫീച്ചർ വാട്സപ്പ് ബിസിനസ് ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾക്ക് നൽകി വരുന്നത്. ആ ഒരു സൗകര്യം ലഭിക്കാനായി വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ബിസിനസ് ടൂൾസ് ഓപ്പൺ ചെയ്യണം. ഇതിൽ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായി റിപ്ലൈ നൽകാനുള്ള വിവിധ ടൂളുകളാണ്. അതിൽ ആദ്യം നൽകിയിട്ടുള്ള എവേ മെസ്സേജ് എന്നത് പരിചയപ്പെടാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൻഡ് എവേ മെസ്സേജ് എന്നത് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഓട്ടോമാറ്റിക്കായി റിപ്ലൈ മെസ്സേജ് ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താഴെ നൽകിയിട്ടുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എന്താണ് റിപ്ലൈ മെസ്സേജായി പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഡിഫൾട്ടായി ഒരു മെസ്സേജ് അവിടെ തന്നെ ഉണ്ടാകും. അത് മതിയെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതുമാണ്. ഓക്കെ നൽകി സേവ് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ആ റിപ്ലൈ മെസ്സേജ് ഉടൻ തന്നെ പോകുന്നതാണ്. വാട്സപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.